പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായി പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങൾ സഹോദരരാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അദ്ദേഹം മാധവ കോളേജായിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് സിറ്റിയിലുള്ള കോളേജിലെ കലാകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ആർട്ട് സൊസൈറ്റിയിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തു. ഞാനും ജഗതിയും കൂടെ സ്റ്റുഡൻസ് സെൻ്ററിൽ മീറ്റിംഗ് പ്ലാൻ ചെയ്തു. ഒരു ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരം ആലപ്പാട് വന്ന് ഞാനും ജഗതിയും മാത്രമേ ഉള്ളൂ. ജഗതി കുറച്ച് മോണായിട്ട് കാണിച്ചു. ഞാൻ എൻ്റെ പാട്ടും പാടി പിരിയുകയും ചെയ്തു. പിന്നെ സിനിമയിൽ വന്നിട്ടാണ് ഞങ്ങൾ കൂടുതൽ ക്ലോസ് ആകുന്നത്. അതായത് മദ്രാസിൽ പത്രപ്രവർത്തനമായിട്ട് ഞാൻ പോകുമ്പോഴും ജഗതി അവിടെ നിന്ന് നല്ല തിരക്ക് പിടിച്ച ഹാസ്യനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സിനിമയിൽ സംവിധായകനായതിനു ശേഷം എൻ്റെ ആദ്യ സംരംഭമായ ഒരു കൊളാബറേഷൻ വിത്ത് ജഗതി അണിയാത്ത ഉളവായിരുന്നു. അണിയാത്ത ഉളവ് എന്ന ചിത്രത്തിൽ ജഗതിക്ക് ഞാൻ നല്ലൊരു വേഷമാണ് കൊടുത്തത്. വേഷം മാത്രമല്ല, അതിൻ്റെ കൂടെ യേശുദാസിന്റെ ശബ്ദവും ഞാൻ കൊടുത്തു. യേശുദാസിന്റെ ശബ്ദത്തിൽ ജഗതി ഒരുപക്ഷെ ആദ്യമായിട്ട് അഭിനയിച്ചത് ഒരു ദീർഘനിശ്വാസം ഇടവേളയാക്കുവാൻ ഇടവന്ന സൂരങ്ങൾ നമ്മൾ ഇടജീവിതം